എല്ലാവർക്കും അലങ്കൃതാസ് ക്രിയേറ്റീവ് കോർണറിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു ക്രിസ്മസ് സ്പെഷ്യൽ വീഡിയോ ആണ്. ക്രിസ്മസിന് ഞാൻ ഒരു ഗൗൺ ഇടാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം അതിന് വർക്ക് ചെയ്യുന്നതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. ഇതൊരു സാരിയാണ്, ഇത് പഴയ ഒരു സാരിയാണ്. ഇത് ബോട്ടം പോർഷനിൽ വൈറ്റ് കളറായി യൂസ് ചെയ്യുന്നത്. അപ്പം ഈ സാരിയാണ് ഞാനത് യൂസ് ചെയ്യുന്നത്. ഇത് അതിൻ്റെ ലൈനിങ് ആണ്. ടോപ്പ് പോർഷനിൽ യൂസ് ചെയ്യുന്നത് റെഡ് കളർ, സ്ലീവിലും റെഡ് തന്നെയാണ്. അപ്പം ടോപ്പ് പോർഷനിൽ മാത്രമേ ഞാൻ വർക്ക് ചെയ്യുന്നുള്ളൂ. വൈറ്റ് കളർ ഗ്രീൻ കളർ മിക്സ് ചെയ്തിട്ടൊരു വർക്ക് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം നമുക്ക് എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്തേക്കാം. ഓക്കെ, അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. യോക്ക് പോർഷനും സ്ലീവും വെട്ടി വെച്ചിട്ടുണ്ട്. ടോപ്പിന്റെ റൈറ്റ് സൈഡിൽ മുകളിലായിട്ടാണ്, ഷോൾഡറിന്റെ ഭാഗത്തു നിന്നാണ് വർക്ക് ചെയ്യുന്നത്. ചെസ്റ്റ് പോർഷൻ വരെ ചെയ്യുന്നുണ്ട്. ജസ്റ്റ് കുറച്ച് ബ്രാഞ്ചസും ഫ്ലവേഴ്സും കുറച്ച് ലീഫും ആണ് ചെയ്യുന്നത്. ഇതിന്റെ കുറച്ച് ഭാഗം സ്ലീവിലേക്കും പോകുന്നുണ്ട്. 2 കളേഴ്സാണ് യൂസ് ചെയ്യുന്നത്. ബ്രാഞ്ചസും ലീഫും കൂടി ഗ്രീൻ കളർ, പിന്നെ ഫ്ലവേഴ്സ് ഫുൾ വൈറ്റ് കളറാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇടയ്ക്ക് കുറച്ച് ബീഡും കൂടി ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ അങ്ങനെയാണ് വർക്ക് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. നമുക്ക് വർക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് ബ്രാഞ്ചസ് ചെയ്യാം. ബ്രാഞ്ചസ് ചെയ്യുന്നത് സ്റ്റെം സ്റ്റിച്ച് യൂസ് ചെയ്തിട്ടാണ്. ഞാൻ ഗ്രീൻ കളറാണ് എടുത്തേക്കുന്നത്. സാധാരണ ആങ്കർ ത്രെഡ് ആണെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ ഇതാ എടുത്തിരിക്കുന്നത്. ഇത് 2 സ്റ്റാൻഡ്സിലാണ് എടുത്തേക്കുന്നത്. സാധാരണ എംബ്രോയിഡറി ത്രെഡ് ആണെന്നുണ്ടെങ്കിൽ ഒരു 4 സ്റ്റാൻഡ്സ് എടുത്താൽ മതി. എന്നിട്ട് ഇതൊന്ന് കുത്തി മുകളിലേക്ക് എടുക്കുക. അതിനുശേഷം കുറച്ച് ഫ്രണ്ടിലാക്കി കുത്തി ബാക്കിലേക്ക് എടുക്കുക. എന്നിട്ട് ഇതിനൊന്ന് വലിക്കാം. ഇതാണ് സ്റ്റെം സ്റ്റിച്ച്. ഒന്നുകൂടെ കാണിക്കാം. കുറച്ച് ഫ്രണ്ടിലേക്ക് കുത്തി ബാക്ക് വഴി നിന്ന് എടുക്കാം. നല്ല ഈസി ആയിട്ടുള്ള സ്റ്റിച്ചാണിത്. നമ്മുടെ ഡ്രസ്സ് നമ്മൾ തന്നെ സ്റ്റിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, നമുക്ക് ചെയ്യാനായിട്ടുള്ള ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും ബെറ്റർ. കോസ്റ്റിന്റെ കാര്യം മാത്രമല്ല, കോസ്റ്റ് നല്ല കുറവായിരിക്കും. നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കോസ്റ്റ് നല്ല കുറവായിരിക്കും. കോസ്റ്റിന്റെ കാര്യം മാത്രമല്ല, ഇപ്പം എൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് പാഷനാണ്. അതിനേക്കാളും മെയിൻ തിങ് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇടുന്ന ഡ്രസ്സ് കാണുമ്പോൾ എന്തായാലും ചോദിക്കും. നമ്മൾ ഗേൾസ് ആണല്ലോ, ആര് ഡ്രസ്സ് ഇട്ട് കണ്ടാലും അത് നല്ലതാണെന്നുണ്ടെങ്കിൽ, നമുക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അത് എവിടെ നിന്ന് മേടിച്ചു എന്നുള്ളത് ചോദിക്കും. അപ്പോൾ ഞാൻ ഇടുന്ന ഡ്രസ്സ്, ഞാൻ ചെയ്യുന്ന ഡ്രസ്സ് അത് ഞാൻ തന്നെയാണ് ചെയ്തത്, അല്ലെങ്കിൽ ഞാൻ തന്നെയാണ് വർക്ക് ചെയ്തതെന്ന് പറയുമ്പോൾ തന്നെ എനിക്കൊരു സന്തോഷമാണ്. അത് കൊള്ളാമെന്നും കൂടി വേറൊരാൾ പറയുമ്പോൾ എനിക്ക് അതിനേക്കാളും സന്തോഷമാണ്. അതാണ് മെയിൻ തിങ്. ഞാൻ ഡ്രസ്സെല്ലാം ഡിസൈൻ ചെയ്യാൻ തുടങ്ങിയതിൻ്റെ മെയിൻ തിങ് അതാണ്. ഞാൻ എൻ്റെ സ്വന്തം ഡ്രസ്സെല്ലാം ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്ക് വർക്ക് കിട്ടി തുടങ്ങിയപ്പോൾ ഞാൻ ഓൺലൈൻ ബൊട്ടീക്ക് കൂടി അങ്ങ് സ്റ്റാർട്ട് ചെയ്തു. ഷോപ്പായിട്ടില്ല, ഓൺലൈനായിട്ടാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് എനിക്ക് ഇതിനുള്ള പാഷനും ക്രേസും എല്ലാം കൂടിയത്. അപ്പോൾ ഇത് ചെയ്യാനായിട്ട്, മെനക്കെടാനായിട്ട് എല്ലാവർക്കും ടൈം ഉണ്ടെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഇതുപോലെ അവരവരുടെ സ്വന്തം ഡ്രസ്സുകളെല്ലാം ചെയ്യാവുന്നേ ഉള്ളൂ.
സ്റ്റെം സ്റ്റിച്ച് ഫുൾ ചെയ്ത് കഴിഞ്ഞു, ഫുൾ ബ്രാഞ്ചസും ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിൽ ലീഫ് ചെയ്യാം. ലേസി ഡേസി യൂസ് ചെയ്തിട്ട് ലീഫ് ചെയ്യാം. ഞാനിവിടെ കുറച്ച് ചെയ്ത് നോക്കി. ഇതിപ്പോൾ 2 സ്ട്രാൻഡ്സിൽ നൂലെടുത്ത് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ചെയ്ത് നോക്കിയതാണ്. നമുക്ക് 2 സ്ട്രാൻഡ്സിൽ ലേസി ഡേസി ചെയ്ത് നോക്കാം. ലേസി ഡേസി ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളൊരു ഒന്നല്ല കൂടുതൽ വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട്, ട്യൂട്ടോറിയൽ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പം അത് നോക്കിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി നന്നായിട്ട് അറിയാം. ഇതിങ്ങനെ കുത്തിയൊന്ന് മുകളിലേക്ക് എടുക്കാം. എന്നിട്ട് എവിടെ നിന്നാണ് കുത്തിയെടുത്ത അവിടെ നിന്ന് തന്നെ ജസ്റ്റ് കുത്തി കുറച്ചും കൂടെ ഫ്രണ്ടിലേക്ക് കുത്തിയെടുക്കുക. എന്നിട്ട് ഈ നൂലൊന്ന് ജസ്റ്റ് ചുറ്റിക്കുക, ഒന്ന് വലിക്കുക, എന്നിട്ട് താഴേക്ക് കുത്തുക. ഇവിടെ നിന്ന് കുത്തിയെടുത്തുനിന്ന് തന്നെ കുറച്ച് ഫ്രണ്ടിലേക്ക് മാറി എടുക്കണം. എന്നിട്ട് അതൊന്ന് റൗണ്ട് ചെയ്ത് വലിക്കുക. അതിൻ്റെ പുറത്തായിട്ട് കുത്തി താഴേക്ക് എടുക്കുക. ഇതാണ് ലേസി ഡേസി. അപ്പോൾ ഇതുപോലെ ഫുള്ള് ലീഫ് ചെയ്യാം. ലീഫെല്ലാം ചെയ്ത് കഴിഞ്ഞു. ഇനി ഓരോന്നിൻ്റെയും അറ്റത്ത് ഇതുപോലെ വൈറ്റ് കളർ ത്രെഡ് വെച്ചിട്ട് ഫ്ലവേഴ്സ് ചെയ്യാം. ഈ ഫ്ലവർ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള വീഡിയോസൊക്കെ ഞാൻ നേരത്തെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. എടുത്ത് നോക്കിയാൽ മതി. ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അപ്പോൾ ഇതുപോലെ ഇതിൻ്റെ അറ്റത്ത് ഫുൾ ഇതുപോലുള്ള വെള്ള കളറിലെ ത്രെഡ് വെച്ചിട്ടുള്ള ഫ്ലവേഴ്സ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നത് നോക്കാം. വുവൻ വീൽ സ്റ്റിച്ച് യൂസ് ചെയ്തിട്ടാണ് ഈ ഫ്ലവർ ഞാൻ ചെയ്തേക്കുന്നത്. ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അതൊരു റൗണ്ട് വരയ്ക്കുക. ഞാനിപ്പോൾ റൗണ്ട് വരച്ചിട്ടില്ല,
ഏകദേശം അളവ് അറിയാമെങ്കിൽ നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. ആദ്യം ഒരു റൗണ്ട് വരച്ചിട്ട് അതിൻ്റെ മിഡിൽ പോർഷനിൽ നിന്ന് വീൽ പോലെ ഒരു 5 സ്ഥലത്തേക്ക് ഒരേ അളവിൽ ചെയ്യാം. ഇതുപോലെ ജസ്റ്റ് ഒന്ന് കുത്തിയിറക്കുക. അതുപോലെ തന്നെ ഇപ്പുറത്തും അങ്ങനെ ഒരു 5 എണ്ണം ചെയ്യാം. ഇതുപോലെ ചെയ്തെടുക്കാം. അതിനുശേഷം മിഡിൽ പോർഷനിൽ നിന്ന് ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് ചെയ്ത് തുടങ്ങാം. ഞാനിപ്പോൾ ഒരു 16 സ്ട്രാൻഡ്സിലാണ് നൂലെടുത്തേക്കുന്നത്. ഫുൾ നൂലായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരുമിച്ച് ചേർത്ത് കെട്ടിട്ടതാണ്. അപ്പോൾ ഇതിങ്ങനെ ചെയ്തെടുത്തിട്ട് ഓരോ ത്രെഡ് വിട്ടിട്ട് ഓൾട്ടർനേറ്റ് ആയിട്ട് ഇതുപോലെ അടിയിൽ കൂടി കയറ്റി ഇങ്ങനെ ഇറക്കുക. ജസ്റ്റ് അടിയിൽ കൂടെ വെറുതെ ഒന്ന് കയറ്റി ഇറക്കിയാൽ മതി, തയ്ക്കുകയൊന്നും വേണ്ട. ഓൾട്ടർനേറ്റ് ആയിട്ട് ഇതിങ്ങനെ ചെയ്തെടുത്താൽ മതി. നല്ല ഈസി ആയിട്ടുള്ള സ്റ്റിച്ച്, കാണാനും നല്ല ഭംഗിയാണ്. റോസൊക്കെ ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റും. ഇതിപ്പോൾ റോസ് പോലെയാണ് ചെയ്യുന്നത്. ഇതിങ്ങനെ ഇത്രയും ചുറ്റിക്കുക. അത് കഴിഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് കുത്തി താഴേക്ക് എടുക്കുക. ഒത്തിരി ടൈറ്റ് ചെയ്യേണ്ട, കുറച്ചതിങ്ങനെ പൊക്കി വെക്കുക. എന്നിട്ട് അതിൻ്റെ കീഴിൽ നിന്ന് അതിൻ്റെ ഒരു മിഡിൽ പോർഷൻ അല്ലെങ്കിൽ മിഡിൽ കഴിഞ്ഞ് കുറച്ചും കൂടി പോർഷൻ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. നേരത്തെ കുത്തി ഇറക്കിയതിൻ്റെ ഒരു മിഡിൽ പോർഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇപ്പത്തേക്ക് കുത്തി താഴേക്ക് എടുക്കുക. അതായത് നമ്മുടെ പെറ്റൽസൊക്കെ, റോസിൻ്റെ പെറ്റൽസൊക്കെ അറ്റത്തിരിക്കുന്നില്ലേ, അതുപോലെ ചെയ്ത് ഒന്ന് ഫിനിഷിങ്ങിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. ഒത്തിരി ടൈറ്റ് ആക്കാതെ വലിക്കാം. എന്നിട്ട് അതിൻ്റെ മിഡിൽ പോർഷനിൽ നിന്ന് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുക. ഒന്ന് ഇറക്കുക. ഫോക്കസ് പോകുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. സോറി. ഇതുപോലെ എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്ത് അവിടെ കൊണ്ട് നിർത്തണം.
സ്റ്റാർട്ട് ചെയ്തതിൻ്റെ അവിടെയല്ല, സ്റ്റാർട്ട് ചെയ്ത പെറ്റലിൻ്റെ മിഡിൽ ഭാഗത്ത് ചെയ്ത് സ്റ്റോപ്പ് ചെയ്യണം. അപ്പോഴത് കംപ്ലീറ്റ് ഒരു റൗണ്ട് ഷേപ്പിൽ പെറ്റലായിട്ട് ഇങ്ങനെ വരത്തുള്ളൂ. പെറ്റൽ ഷേപ്പിൽ കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ വരത്തുള്ളൂ. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത പെറ്റലിൻ്റെ മിഡിൽ ഭാഗമാണ് അവിടെ കൊണ്ടുവന്ന് നിർത്തുക. ഉണ്ട് ഇതുപോലെ റോസിൻ്റെ ഷേപ്പിൽ കിട്ടും. ഇതിപ്പോൾ അടിയിലത്തെ ഏതോ നൂല് ജസ്റ്റ് പൊങ്ങി വന്നിട്ടുണ്ട്, അതങ്ങ് വെട്ടിക്കളഞ്ഞാൽ മതി. കണ്ടില്ലേ? ഇതുപോലെ ഇതിൻ്റെ അറ്റത്ത് ഫുള്ള് ഫ്ലവേഴ്സ് ചെയ്യാം. ചെയ്ത് കഴിഞ്ഞിട്ട് കാണിക്കാം. ഫ്ലവേഴ്സ് ഫുൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതേ കണ്ടോ? എല്ലായിടത്തും ഫ്ലവേഴ്സ് ഫുൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് ബീഡ്സും കൂടി ഫില്ല് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഗൗൺ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പോവാണ്. താഴേക്ക് വൈറ്റ് പോർഷനാണ് വെക്കുന്നത്, മുകളിലത്തെ പോർഷനിൽ റെഡ് കളർ. ഓക്കെ, അപ്പോൾ ഇതിന് ഫുള്ളായിട്ട് ഗൗൺ സ്റ്റിച്ച് ചെയ്തതിൻ്റെ പിക്ക് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഗൗൺ. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ